ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ഡയന. ഞാൻ കോട്ടയം കോന്നല്ലൂർ ഇടവകമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29 തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാൻ 8 തവണ OET എഴുതിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ എൻ്റെ ആൻറ്റിയുടെ കൂടെ വന്നു. അപ്പോൾ അന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാൻ പറ്റി. അതിനുശേഷം അന്നത്തെ 8 എക്സാം എഴുതിയതിലും വ്യത്യസ്തമായൊരു അനുഭവമാണ് 9ാമത്തെ എക്സാമിന് എനിക്കുണ്ടായത്. എക്സാം സെൻറ്ററിൽ ഞാൻ പോയപ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞാൻ എടുത്തിരുന്നു. ഞാൻ കാശുരൂപം കൊണ്ടുപോയിരുന്നു. കാശുരൂപം എൻ്റെ കൊന്തയിൽ ഞാൻ കോർത്ത് വെച്ചിരുന്നു. അതിനുശേഷം അന്ന് എനിക്ക് ഭയങ്കര ഒരു പ്രസൻസ്, മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. നല്ല എക്സാം എഴുതാൻ പറ്റി. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു അന്ന്. സാധാരണ ഉള്ള എക്സാമിലൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവായിരുന്നു, പക്ഷേ അന്ന് എനിക്ക് ഭയങ്കരമായിട്ടും പോസിറ്റീവ് എനർജി ആയിരുന്നു. ഞാൻ അന്ന് എക്സാമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സായി. 9ാമത്തെ തവണ ഞാൻ എക്സാം പാസ്സായി. അതിനുശേഷം ഞാൻ 1.5 വർഷമായിട്ട് UK, അയർലൻഡ് ഉള്ള പ്രോസസ്സിങ്ങിലാണ്. പക്ഷേ എനിക്ക് ഒരു ഇൻ്റർവ്യൂവും കിട്ടുന്നില്ല. ഇപ്പോൾ UK, അയർലൻഡും എല്ലാം ഇൻ്റർവ്യൂ അവർ നടത്തുന്നില്ലാത്തത് കാരണം ഒരു ഇൻ്റർവ്യൂ ആരും എടുക്കുന്നില്ല. സോ ഞാൻ അതിൻ്റെ ഒരു വിഷമത്തിലും ഞാൻ അതുകൊണ്ട് ഹൈദരാബാദ്, ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഓഫർ തരികയാണ്, എനിക്കൊരു മെസ്സേജ് അയക്കുകയാണ്. ഒരു കുവൈറ്റിലോട്ടൊരു ജോബ് ഓഫറുണ്ട്, ഒരു ലിങ്ക് അവൾ അയച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നീ അപ്ലൈ ചെയ്യുക, ഇത് MOS ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. പക്ഷെ ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. ഞാൻ യൂറോപ്പ് പോകാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഭയങ്കര താല്പര്യം. ഞാൻ അങ്ങനെ ഇരിക്കെ എന്തായാലും അറ്റൻഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നൊരു ദിവസം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നൊരു ദിവസം ഞാൻ പിന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇത് അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നിറവേറട്ടെ, ഈശോയുടെ ഇഷ്ടമാണ് നിറവേറട്ടെ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് എനിക്കൊട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. നല്ലതായിട്ട് ഉറക്കം, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഒരു മെയിലിട്ടു, ഞാൻ ഇൻ്റർവ്യൂവിൽ പാസ്സായെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു ഓഫർ ലെറ്റർ തന്നു. അങ്ങനെ പിന്നെയും കുറേ നാളായിട്ട് അവരുടെ വിവരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇതൊക്കെ ചുമ്മാതാ, ചിലപ്പം നടക്കത്തില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് അവർ ഡയറക്റ്റ് വിസ അയച്ചു തരികയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ മാസം 30-ാം തീയതിയിലോട്ട് അവർ ടിക്കറ്റും അയച്ചു തന്നിരിക്കുകയാണ്. ഇതെല്ലാം മാതാവിൻ്റെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രമാണ്. പിന്നെ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ടും കുർബാനയിൽ ഭയങ്കര ഭക്തിയോടെ കുർബാന കാണാൻ പറ്റുന്നുണ്ട്. സാധാരണയൊക്കെ ചുമ്മാ നമ്മൾ പള്ളിയിലൊക്കെ പോവുക, പ്രാർത്ഥിക്കുക, വരിക, അങ്ങനെയല്ല. എനിക്ക് ഭയങ്കരമായിട്ടും കുർബാന അറ്റൻഡ് ചെയ്യുമ്പോൾ ശരിക്കും ആത്മീയതയിലോട്ട് പോകാനും പിന്നെ നമുക്ക് കുർബാനയിലുള്ള ഓരോന്നും മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ സഹായം തന്നെയാണ്. പിന്നെ കൂടുതലായും പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഹൈദരാബാദ് ആയിരുന്നപ്പോഴും അവിടെയുള്ളൊരു ശിശുഭവനിലൊക്കെ പോയി അവരെ കാണുകയും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പത്രങ്ങൾ കൂടുതൽ കൊടുക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. അവിടെ പോയി രോഗികളെ കാണാനൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ പത്രം അവിടെ കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതലായും പ്രാർത്ഥനയിലോട്ട് വരാനും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഈ ഉടമ്പടിയിൽ വന്നതിന് പിന്നെ. ഇതെല്ലാം ദൈവമാതാവിനും ഈശോയുടെയും സഹായം കൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത്.